ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള രക്ഷാദൌത്യം ഉടൻ പുനരാരംഭിക്കണമെന്ന് കുടുംബം. കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ തുടരണമെന്നായിരുന്നു കർണാടക സർക്കാർ നൽകിയ ഉറപ്പ്. നാളെ ബംഗളൂരുവിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടയിൽ അർജുൻ ഉൾപ്പെടെ മണ്ണിടിച്ചിലിൽ കാണാതായ 3 പേർക്കായുള്ള തിരച്ചിൽ സംബന്ധിച്ച പുരോഗതി നാളെ അറിയിക്കണമെന്നാണ് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ്. ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് 27 ദിവസമാകുന്നു. കെ വി ബൈജു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 27 ദിവസമായി ചോദിക്കുകയാണ് അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് മാത്രം മലയാളിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നതേറെ ദൗർഭാഗ്യകരമാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ നാമ്പ് വീണ്ടും മുളപൊട്ടുകയാണ്. അർജുനായുള്ള തിരച്ചിൽ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എപ്പോഴത്തേക്കുണ്ടാകും ബൈജു? ഭവ്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും അർജുന്റെ വേണ്ടിയുള്ള തിരച്ചിൽ ബുധനാഴ്ചയോടുകൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ ഇതിൽ ഔദ്യോഗികമായ ഒരു ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുനെ കാണാതായിട്ട് 27 ദിവസമായിരിക്കുന്നു. ഒപ്പം 2 കന്നഡികർ കൂടിയുണ്ട്. ലോകേഷും ഒപ്പം 2 പേരാണ് 3 പേരാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈ 3 പേരെയും തിരച്ചിൽ സംബന്ധിച്ച പുരോഗതി ഏതായാലും നാളെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കർണാടക സർക്കാർ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും എന്ന് പറയുന്നതല്ലാതെ കൃത്യമായി അത് എന്നത്തേക്ക് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കൊങ്കൺ മേഖലയിൽ കാലാവസ്ഥ അനുകൂലമായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ മഴയൊക്കെ കുറഞ്ഞ് ഈ ഗംഗാവലി പുഴയിൽ നീരൊഴുക്കിപ്പോൾ ഏകദേശം 4 നോട്ട്സ് ആയിരുന്നു ഇന്നലെ വരെ. അത് അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചയോട് കൂടി ഒരു 3.5 അങ്ങനെയാണെങ്കിൽ നേവി തിരച്ചിലിന് ഇറങ്ങുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പുഴയിലെ നീരൊഴുക്ക് 7 ആയിരുന്നു തുടക്കത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമാവുകയും താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 3.5 വരെ മുങ്ങൽ വിദഗ്ധർക്ക് ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ സാധിക്കുമെന്ന് തന്നെയായിരുന്നു നേവി തുടക്കത്തിൽ പറഞ്ഞത്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി ആ പുഴയുടെ നീരൊഴുക്ക് അത്തരത്തിലേക്ക് വരുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ പ്രദേശത്ത് ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ്. എന്തായാലും ഈ ലോറി കണ്ടെത്തുക, ലോറി ഉള്ള സ്ഥലം കണ്ടെത്തിയിരുന്നെങ്കിലും ലോറി പുറത്തേക്ക് എടുക്കുക, ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്ന ചോദ്യം. അങ്ങനെയാണെങ്കിൽ അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാൻ കുടുംബങ്ങൾക്കും ഒപ്പം ഒരുപാട് മലയാളി പ്രേക്ഷകർ, നമുക്കറിയാം ഈ വാർത്ത ആ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായ ദിവസങ്ങളിൽ ഓരോ ഇതിന്റെ ഘട്ടങ്ങളും മലയാളി പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. തുടക്കത്തിൽ അർജുൻ ജീവനോടെ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയായിരുന്നെങ്കിൽ പിന്നീടത് അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റുമോ എന്ന ഒരു ചോദ്യമായിരുന്നു. എന്തായാലും ആ ചോദ്യം ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും അതേപടി 27 ദിവസം പിന്നിടുമ്പോഴും അതേപടി തന്നെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിഷമകരമായ കാര്യം. എന്തായാലും കുടുംബം വലിയ പ്രതീക്ഷയിലാണ്. കുടുംബത്തിന്റെ കാത്തിരിപ്പൊക്കെ നമുക്കറിയാം. ഈ ഇത്തരത്തിൽ ഒരാളെ കാണാതായിട്ട് ആ കുടുംബം അമ്മ ഒക്കെ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. മകൻ ആദ്യ 2 ദിവസങ്ങളിൽ ഈ ക്യാബിനകത്ത് ലോറിക്കകത്ത് അർജുൻ ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ അവർ പങ്കുവച്ചത് ആ മകൻ നമ്മളെ ഓർത്ത് ആ മണ്ണിനടിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടാവും. അത്തരത്തിൽ വലിയ വൈകാരികമായ ഒരു തലമായിരുന്നു ഇതിന്. എന്തായാലും ഇപ്പോഴും അർജുൻ ആ ലോറിയുടെ ക്യാബിനകത്ത് ഉണ്ട് എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് കുടുംബം പങ്കുവെക്കുന്നത്. കുടുംബം എന്തായാലും ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഈ തിരച്ചിൽ പുനരാരംഭിക്കണം എന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിന് അനുകൂലമായ നിലപാടുകൾ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം AKM അഷ്റഫാണ് തുടക്കത്തിൽ തന്നെ ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിയത്. പിന്നീട് KC വേണുഗോപാലായിരുന്നു ഈ തിരച്ചിലിന് വേഗത വർദ്ധിപ്പിക്കാൻ വലിയ കാരണമായത്. KC വേണുഗോപാൽ നേരിട്ട് DK ശിവകുമാറിനും ഒപ്പം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും വിവരങ്ങൾ ധരിപ്പിക്കുകയും സിദ്ധാരാമയ്യ ഈ സംഭവ സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ സന്ദർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആദ്യ 3 ദിവസം വളരെ മന്ദഗതിയിലായിരുന്ന തിരച്ചിൽ പിന്നീട് ഈ ഇടപെടലിലൂടെ വലിയ തോതിൽ വലിയ ഒരു സൈന്യം ഉൾപ്പെടെ എത്തി അത്തരത്തിൽ വിപുലമായ ഒരു തിരച്ചിലായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. എന്തായാലും ആ രീതിയിൽ നേവിയുടെയും ഒപ്പം മറ്റ് സംഘങ്ങളെല്ലാം ചേർന്നുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് കർണാടക ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈശ്വർ മൽപ്പയുടെ സേവനം കൂടി ഇതിൽ ലഭ്യമാക്കും. ഈശ്വർ മൽപ്പയായിരിക്കും ഒരുപക്ഷെ ഈ തിരച്ചിലിന്
നേതൃത്വം നൽകുക. ഇതിൽ നേവി ഇതിന്റെ കൃത്യമായ സഹായം ഉണ്ടാവും. നേവി ഒരു മണിക്കൂർ മാത്രം ദൂരെയാണ് കാർവാർ ഈ നേവി സ്റ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് സമയത്തും എത്താൻ അവർ സന്നദ്ധമാണെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈശ്വർ മൽപ. അദ്ദേഹവും ഏത് സമയത്ത് തിരച്ചിൽ പുനരാരംഭിക്കുന്നു അപ്പോൾ അവിടെ എത്താൻ സന്നദ്ധനായിട്ട് ഏതായാലും ഉണ്ട്. ഏതായാലും കുടുംബം, ജിതിൻ ഉൾപ്പെടെയുള്ള കുടുംബം ശിരൂരിലേക്ക് ഇന്നോ നാളെയോ പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോറി ഉടമയായ മനാഫ് ഇപ്പോഴും ശിരൂരിൽ തന്നെ. ഇപ്പോൾ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ നമുക്കൊപ്പം ചേരുന്നു. ജിതിൻ, ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു കർണാടക സർക്കാർ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ അവിടുത്തെ കാലാവസ്ഥയൊക്കെ അനുകൂലമാണെന്നാണ്. എന്താണ് നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? തിരച്ചിൽ വളരെ വേഗം പുനരാരംഭിക്കണമെന്ന് തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നിലവിൽ 4.5 നോട്ട് ആയ സ്ഥിതിക്ക് ഇനിയും അത് എത്രയും പെട്ടെന്ന് കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ എത്രയും പെട്ടെന്ന് മുന്നേ ചെയ്ത പോലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിൽ കൂടി തന്നെ നമ്മുടെ AK അഷ്റഫ് MLA, MK രാഘവൻ MP, KC വേണുഗോപാൽ എന്നിവരുള്ള ഇടപെടലും പൂർണ്ണമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, മുന്നേറ്റതുപോലെ തന്നെ. അതേപോലെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, അതേപോലെ മറ്റ് MLA എല്ലാവരും സഹകരണത്തോടെ തന്നെ അത് പുനരാരംഭിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലേ ഇതിനൊരു ഏകോപനം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അർജുൻ, ക്ഷമിക്കണം, ജിതിൻ, നാളെ ബംഗളൂരുവിൽ ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അത് നിർണായകമാണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു പോസിറ്റീവായൊരു റിപ്ലൈ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ഇപ്പോൾ സാഹചര്യം. കാരണം മഴ കുറഞ്ഞു, നദിയിലെ ജലനിരപ്പ് കുറഞ്ഞു, നദിയിലെ ഒഴുക്ക് കുറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടാവാനേ അതിൽ ചാൻസ് ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾ ശിരൂരിലേക്ക് പോകുന്നുണ്ടോ നാളെ? ഞാനും പോകുന്നുണ്ട് ശിരൂരിലേക്ക്. നാളെ തുടങ്ങിയെങ്കിൽ ഇന്ന് തന്നെ പോകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞാനും അർജുന്റെ അനിയനും എല്ലാവരും പോകുന്നുണ്ട്. ജിതിൻ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ കൂടെ? അർജുന്റെ ചെറിയ അനിയൻ കൂടെ വരും. അത് ശരി. ഓക്കെ, നിലവില് വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്താണ്? കാരണം 27 ദിവസം പിന്നിട്ടു. എന്താണ് അമ്മയും സഹോദരിയും ഒക്കെ ഇപ്പൊ പറയുന്നത്? വീട്ടുകാരെല്ലാരും ആദിയിൽ തന്നെയാണ് എത്രയും പെട്ടെന്ന് അർജുനെ തിരച്ചിൽ പുനരാരംഭിക്കണം തന്നെയാണ് അവരെയും പറയുന്നത്. കാരണം അവരച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും വിഷമം ഞാൻ നേരിട്ട് അവിടുന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അവർക്ക് ഒരു ജോലിക്ക് പോകാനോ ഒന്നിനും ഒരു പുറത്തിറങ്ങാൻ പറ്റാത്തുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും അവരൊക്കെ തുടരുന്നത്. ജിതിൻ, ഇപ്പോഴും ഈ രക്ഷാദൌത്യ സംഘം തുടക്കം മുതൽ പറയുന്നത് ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടാകുമെന്നത് തന്നെയാണ്. നിങ്ങളും ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ആ തരത്തിലുള്ള തെരച്ചിൽ വേണമെന്ന് തന്നെയാണോ നിങ്ങളും ആവശ്യപ്പെടുന്നത്? അതെ, ഞങ്ങളും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. 90% അത് ക്യാബിനുള്ളിൽ തന്നെ അർജുൻ ഉണ്ടായിരിക്കാനാണ് സാധ്യത എന്ന വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. ജിതിൻ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രതിനിധി KP ബൈജു ഈശ്വർ മാൽപ്പയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലൊരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, അതായത് തിരച്ചിൽ ആരംഭിച്ചോളൂ എന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് കിട്ടിയാൽ ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിക്കാൻ താൻ പൂർണ്ണമായും തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അവിടുന്ന് പോയതിനു ശേഷം ജിതിൻ ഈശ്വർ മാൽപ്പയുമായി ബന്ധപ്പെട്ടിരുന്നു. ഈശ്വർ മാൽപ്പയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, ഞങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതുവരെ ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല ആരുടെ ഭാഗത്തുനിന്നും. കിട്ടിയാൽ അദ്ദേഹം ഇറങ്ങുമെന്ന് തന്നെയാണ് അറിയാൻ പറ്റിയത്. തീർച്ചയായും ഇതുവരെയുള്ള സർക്കാരിന്റെ ഇടപെടലൊക്കെ പൂർണ്ണമായും തൃപ്തിയുണ്ടല്ലോ കുടുംബത്തിനും ജിതിനും ഒക്കെ, അല്ലേ? അതെ, ഒന്നുകൂടി പെട്ടെന്ന് ആക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പൊ ഉന്നയിക്കാനുള്ളത്. എത്രയും ദിവസം കഴിയുന്തോറും അതിനൊരു മങ്ങലേൽക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്നാണ് ആഗ്രഹം. തീർച്ചയായും എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്ന ദിവസം വളരെ വേഗത്തിൽ തന്നെ ആ തിരച്ചിൽ പുനരാരംഭിക്കട്ടെ. എന്തായാലും സർക്കാർ ഒപ്പമുണ്ട്, ഞങ്ങളും ഒപ്പമുണ്ട്. വളരെ നന്ദി ജിതിൻ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ബൈജു, സഹോദരി ഭർത്താവ് ജിതിനാണ് നമ്മളോട് സംസാരിച്ചത്, അർജുന്റെ. അദ്ദേഹവും പറയുന്നത് വളരെ വേഗത്തിൽ ആ ഒരു തിരച്ചിൽ പുനരാരംഭിക്കണം, അത് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. നമുക്കറിയാം 27 ദിവസമായി അർജുനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതായിട്ട് ആ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ ചോദിക്കേണ്ടതില്ല, നമുക്കത് മനസ്സിലാകാൻ
മനസ്സിലാകുന്നതേ ഉള്ളൂ. അത്രമാത്രം വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ആ കുടുംബം. പക്ഷേ നമ്മളിപ്പോഴും അർജുന്റെ പുറകെ തന്നെയുണ്ട്. അർജുനെ കണ്ടെത്തുന്നത് വരെ നമ്മളും വാർത്ത കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ബൈജു, നിലവിലൊരു കാലാവസ്ഥ അനുകൂലമായെങ്കിൽ അത് വളരെ വേഗം തിരച്ചിലിന് അനുകൂലമായ സാഹചര്യമായിരിക്കും. അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണോ ശിരൂരിലുള്ളത്? കാലാവസ്ഥ അനുകൂലമാണോ അവിടെ? തീർച്ചയായും ഭവ്യ, ഇപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. കാരണം ഇനി വരും ദിവസങ്ങളിൽ ഏത് സമയത്താണ് ഈ ശിരൂർ പ്രദേശത്തൊക്കെ നമ്മൾ ഉണ്ടായ സമയത്ത് ഏത് സമയത്താണ് ഇവിടെ ശക്തമായ മഴ വരുന്നത് ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു പക്ഷേ വരും സമയങ്ങളിൽ വലിയ തോതിലുള്ള മഴ വന്നാൽ അത് വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും നീങ്ങുക. കാരണം 27 ദിവസമായിരിക്കുന്നു. ഇനി അവസാന പ്രതീക്ഷയാണ്. അത് ഇനി ഏതെങ്കിലും തരത്തിൽ സമയം കളയാതെ കൃത്യമായ ഒരു ഇടപെടൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ മതി. ഇതിൽ ഏറ്റവും ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ പിന്തുണ വളരെ വലിയ പിന്തുണയാണ്. അതിൽ എടുത്തു പറയേണ്ടത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. മന്ത്രി മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, ഇവരൊക്കെ ഈ മേഖലകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ക്യാമ്പ് ചെയ്തായിരുന്നു ഈ തെരച്ചിലിനെ ഓരോരോ കാര്യങ്ങളും വിവരങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് വലിയ തോതിൽ ആ സമയത്ത് ഗുണം ചെയ്തിരുന്നു. അതേപോലെ മന്ത്രി, കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ ഒരു മന്ത്രി, ഒപ്പം AKM അഷ്റഫ്, MP മാർ, ഇവരൊക്കെ ഇടപെട്ട് ഏത് രീതിയിലാണോ കഴിഞ്ഞ ആ തിരച്ചിൽ ഉണ്ടായത് അതേ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇനി വേണ്ടത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രത്തോളം അവസാന ഘട്ടത്തിലേക്കാണ്. പ്രതീക്ഷകളൊക്കെ ജിതിൻ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷകൾക്ക് മേൽ മങ്ങലേൽക്കുന്ന തരത്തിൽ ഓരോ ദിവസം കഴിയുന്നോറും ആദിയോടെയാണ് ഈ കുടുംബം കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഉത്തരം കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ലോറി പുറത്തേക്ക് എടുക്കുകയാണ്. ലോറി ഇപ്പോൾ ഈ ചെളിയിൽ പൂണ്ട നിലയിൽ ഈ ഗംഗാവാലി പുഴയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ലോറി പുറത്തേക്ക് എടുക്കാനോ ലോറിക്കകത്ത് പരിശോധന നടത്താനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇതിൽ 5 തടിക്കഷ്ണം മാത്രമാണ് 6 കിലോമീറ്റർ അകലെ നിന്നും ഈ പ്രദേശവാസികൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റു തരത്തിൽ വലിയ തോതിൽ മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഈ ലോറി എവിടെയാണ്? ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു അത് തന്നെയാണ് പ്രധാനമായും വേണ്ടത്. ലോറി ഇപ്പോൾ ജിതിനും സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടെങ്കിൽ അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാൻ കുടുംബത്തിന് സാധിക്കും. ഒപ്പം ഇതിനു വേണ്ടി കാത്തുനിന്ന ഒരുപാട് മലയാളികൾ, നമുക്കറിയാം, വലിയ പ്രാർത്ഥനയോടെയായിരുന്നു അന്ന് ഓരോ നിമിഷവും ശിരൂരിൽ എന്ത് സംഭവിക്കുന്നു എന്ന തരത്തിൽ ഇതിനെ അത്രത്തോളം ഈ സംഭവത്തെ വൈകാരികമായ ഒരു സംഭവമായി മാറിയ ഈ പശ്ചാത്തലം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനമായി ഇതിപ്പോൾ കേരളത്തിലെ ഓരോ വീടുകളിലും ഒരു അംഗമാണ് ഇപ്പോൾ അർജുൻ. ഒരുപക്ഷെ നേരിട്ട് ആർക്കും അർജുനെ അറിയില്ലായിരിക്കും. പക്ഷെ അർജുൻ ഇപ്പോഴും അവരുടെയൊക്കെ വീട്ടിലെ ഒരു അംഗം പോലെയാണ്. അത് തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത്. ഈ അർജുനെ അവസാനമായി കണ്ടെത്തുമോ? നമ്മൾ അപ്പോഴും പറയേണ്ടത് 2 കന്നഡികർ കൂടിയ മണ്ണിനടിയിലോ അല്ല ആ പുഴയിലോ ഒക്കെയായി ഉണ്ട്. അവരെയും എന്തായാലും കണ്ടെത്തേണ്ടതുണ്ട്. അതിനുകൂടിയാണ് കർണാടക സർക്കാർ മുൻകൈ എടുക്കേണ്ടത്. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള തിരച്ചിൽ തുടക്കത്തിൽ ഏത് രീതിയിലാണോ ഉണ്ടായത് അതേ രീതിയിലുള്ള തിരച്ചിൽ തന്നെ പുനരാരംഭിക്കണം എന്ന് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ മന്ത്രിമാരുടെ ഒക്കെ ഇടപെടൽ, ഒപ്പം ജനപ്രതിനിധികളുടെ ഒക്കെ ഇടപെടൽ, അവരുടെ ഏകോപനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും നാളെ ഇത് സംബന്ധിച്ച് കർണാടകയിൽ ചേരുന്ന യോഗം നിർണായകമാണ്. ഒരു പക്ഷേ ബുധനാഴ്ചത്തേക്ക് ഈ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാനായിരിക്കാം നാളെ ഇത്തരത്തിൽ യോഗം ചേരുന്നത്. ഒപ്പം ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി നാളെ വരുന്നുണ്ട്. ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ തിരച്ചിൽ നടത്തണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. അതിൽ തിരച്ചിൽ എത്രത്തോളം പുരോഗതിയുണ്ടോ അത് നാളെ അറിയിക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നത്. എന്തായാലും കർണാടക സർക്കാർ ഇത് സംബന്ധിച്ച് ഈ അടിയൊഴുക്ക് കൂടുതൽ ആണെന്ന ഉണ്ടായതുകൊണ്ട് തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു റിപ്പോർട്ട് നൽകാനാണ് സാധ്യത. സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം കൃത്യമായൊരു ഇടപെടൽ അർജുന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് ലോറി പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അത് തെരച്ചിൽ ഊർജിതമല്ലാഞ്ഞിട്ടല്ല, അത് നമുക്കതറിയാം. അത്രമാത്രം ഒരു മനുഷ്യസാധ്യമായതെല്ലാം അർജുന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സർക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ കാലാവസ്ഥ, ആ ഗംഗാവലിയുടെ അടിയൊഴുക്ക് ഇതൊക്കെയാണ് പ്രതികൂലമായത്. പ്രകൃതിയാണ് വില്ലനായത്. പക്ഷെ ഇടപെടൽ നടത്താഞ്ഞിട്ടല്ല. അപ്പൊ നാളെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗളൂരുവിൽ ഒരു ഉന്നത യോഗം ചേരുന്നുണ്ട്. ആ യോഗം ബൈജു പറഞ്ഞതുപോലെ വളരെ നിർണായകമാണ്. അതിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? ആ യോഗത്തിൽ ഒരു തിരച്ചിലേക്ക് എത്തുന്ന ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ?
ഭവ്യ, കേരളത്തിലെ ഏതെങ്കിലും പ്രതിനിധികൾ പങ്കെടുത്തതായി നമുക്ക് വിവരമില്ല. ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം AKM അഷ്റഫാണ്, MLA ആണ്, ഇത്തരത്തിൽ ബംഗളൂരുവിൽ നേരിട്ട് പോയി ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ കണ്ട് ഈ കാര്യം ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് രീതിയിൽ തിരച്ചിൽ തുടരണമെന്ന കാര്യത്തിലുള്ള ഒരു യോഗമാണ് ചേരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ AKM അഷ്റഫ് MLA ആണ് ഇതിൽ ഇടപെടൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ച് ബാംഗ്ലൂരിൽ ജനപ്രതിനിധികളെ, അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ടിരുന്നു. അതിന്റെ ഒരു ഫലമായാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതും അത് സംബന്ധിച്ച ഒരു ആലോചന നടക്കുന്നു. ഏതായാലും ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥ അല്ല, തിരച്ചിൽ പുനരാരംഭിക്കാം എന്ന ഒരു റിപ്പോർട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ ഉള്ളത്. 3.5 ആയിരുന്നു കഴിഞ്ഞ ദിവസമെങ്കിൽ അത് തിങ്കളാഴ്ചയോടുകൂടി വീണ്ടും കുറഞ്ഞേക്കും. ഒരു പക്ഷേ അത് നേവി സൂചിപ്പിച്ചതുപോലെ തന്നെ 2.5 എത്താനുള്ള നോട്ട്സിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വളരെ എളുപ്പമാണ് തിരച്ചിൽ. ഈ മാർക്ക് 4 എന്ന സ്ഥലമാണ് ആദ്യം തിരച്ചിൽ നടത്തുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെയാണ് ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ആ ലോറിക്ക് അരികിലായി വലിയ കൂറ്റൻ 2 മരങ്ങളുണ്ട്. ഒപ്പം ഇവിടുന്ന് ഈ മലയിൽ നിന്നും തകർന്നു വീണ വലിയൊരു വൈദ്യുതി ടവറുണ്ട്. കൂടാതെ ആ സമീപത്ത് ലക്ഷ്മണൻ എന്ന അദ്ദേഹത്തിന്റെ ചായക്കട, ആ ചായക്കടയിലുണ്ടായിരുന്ന 8 പേരാണ് സംഭവം നടന്ന അന്ന് തന്നെ മരണപ്പെടുകയും മൃതദേഹം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ലക്ഷ്മണന്റെ 2 കുഞ്ഞു മക്കൾ ഉൾപ്പെടെ 5 പേരാണ് ആ കുടുംബത്തിലെ ഈ മണ്ണിടിച്ചിലിൽ നഷ്ടമായത്. അവരുടെ കടയുടെ ഈ ഇരുമ്പ് ഷീറ്റൊക്കെ ഈ പ്രദേശത്തുണ്ട്. അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലം എന്ന് തന്നെയാണ് ഈശ്വർ മൽപ്പിയും നമ്മോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുഴയിലിറങ്ങി തിരച്ചിൽ സാധ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകണം തിരച്ചിലിന്. അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അവർ ഉണ്ടാകണം. കാരണം ആ തുടക്കത്തിൽ ഈശ്വർ മൽപ്പ ഈ തെരച്ചിൽ ഇറങ്ങിയ സമയത്ത് വടം പൊട്ടിയൊക്കെ അദ്ദേഹം അവിടുന്ന് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേവിയാണ് ആ സമയത്ത് അദ്ദേഹത്തെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഇതിൽ ഒപ്പം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ, സർക്കാരിന് അനുമതി ഇതുവരെ ഈശ്വർ മൽപ്പയ്ക്ക് ലഭിച്ചിട്ടില്ല, അതൊക്കെ ലഭിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം തീരുമാനങ്ങളിലേക്ക് കർണാടക സർക്കാർ പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും KC വേണുഗോപാൽ ഇന്നലെയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയുമായും DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അവർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഇടപെടലൊക്കെ ഉണ്ട്. ഒപ്പം ഇതിൽ ഏറ്റവും പ്രധാനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഈ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ അവിടെ ഉണ്ടാകണം എന്നതാണ്. കാരണം ഏകോപനത്തിന് കേരളത്തിൽ നിന്നുള്ള ആളുകൾ വേണം. ഏതായാലും മണ്ണൂത്തിയിലെ കേന്ദ്ര സർവകലാശാലയിൽ നിന്നുള്ള മണ്ണ് മാന്തി യന്ത്രം കൊണ്ടുവന്നുള്ള തിരച്ചിൽ ആലോചനയിലുണ്ടായിരുന്നു. പക്ഷേ അത് അത്രത്തോളം ഫലപ്രദമല്ല എന്നൊരു വിലയിരുത്തലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു തെരച്ചിൽ പകരം ഈശ്വർ മൽപ്പയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അദ്ദേഹം ഈ ഇതിലും വലിയ ദുഷ്കരമായ സാഹചര്യത്തിൽ വരെ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ പുഴയിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ ആളുകളെ രക്ഷിക്കുകയും അതുപോലെ തന്നെ മൃതദേഹം പുറത്തെടുക്കാനൊക്കെ മുൻകൈയെടുത്ത അത്രത്തോളം വൈദഗ്ധ്യമുള്ള ഒരാളാണ് ഈശ്വർ മൽപ്പ. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. ഇതിൽ ആദ്യം ഈ മാർക്ക് 4 ഈ ലോറി പുറത്തേക്ക് എടുക്കുക, അതിനകത്ത് ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതല്ല അർജുൻ അതിനകത്ത് ഇല്ലെങ്കിൽ പിന്നീട് സമീപത്ത് വലിയ തോതിലുള്ള ഒരു മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺകൂന നീക്കം ചെയ്ത് അവിടെ പരിശോധിച്ചാൽ ഒരു പക്ഷേ അർജുൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. അതിന് ഒരു പക്ഷേ 1-2 ദിവസത്തിനകം തന്നെ, ഇപ്പോഴത്തെ നിലവിലെ കാലാവസ്ഥയിൽ വളരെ അനുകൂലമായ കാലാവസ്ഥയിൽ 1-2 ദിവസത്തിനകം തന്നെ ഈ തെരച്ചിലിന് ഒരു വിവരം ലഭിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടോ അത്തരത്തിലൊരു അപകടം അർജുന് സംഭവിച്ചിട്ടില്ല. ഈ പരിസരത്ത് ഒന്നിക്കൽ ലോറിക്കകത്ത് അതല്ലെങ്കിൽ അതിന് സമീപത്തായുള്ള മൺകൂന ഈ സ്ഥലത്ത് തന്നെ അർജുൻ അപകടത്തിൽ പെട്ടിട്ടുണ്ടാവും എന്ന ഒരു വിലയിരുത്തലാണ് വരുന്നത്. ഇനി ഓരോ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഓരോ ദിവസം വൈകുമ്പോൾ ആ പ്രതീക്ഷകൾക്ക് മേലെല്ലാം മങ്ങലേൽപ്പിക്കുന്ന തരത്തിലാണ് സാഹചര്യമുള്ളത്. എങ്ങനെയാണോ തുടക്കത്തിൽ ജനപ്രതിനിധികളുടെ ഇടപെടൽ ഉണ്ടായത്, അതേ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് ഇപ്പോഴും കുടുംബം ആഗ്രഹിക്കുന്നത്, അവർ ആവശ്യപ്പെടുന്നതും ആ രീതിയിലാണ്. എന്തായാലും നമുക്കറിയാം, വയനാടിലെ വലിയ ദുരന്തം അത് കേരളത്തിനെ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ആ വേദനയിൽ നിന്നും ആ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും
കേരളം മുക്തമായിട്ടില്ല. അവർക്കായി കേരളം ഒന്നാകെ പിന്തുണ ജനതയ്ക്ക് വേണ്ടി പിന്തുണ നൽകുന്നു. നമുക്ക് ഇന്ന് ന്യൂസ് 18 പോലും ഇന്നൊരു ദിവസം തന്നെ ആ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സാഹചര്യം. ഇത്തരത്തിൽ വലിയ തോതിൽ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ കേരളത്തിന്റെ ഓരോ തരത്തിലും തീരാ നോവുകൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ അർജുൻ എവിടെ എന്ന കണ്ടെത്തുക വളരെ പ്രധാനം തന്നെയാണ്. അത് കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്, അതിനൊരു ഉത്തരം നൽകേണ്ടതുണ്ട്. അതിനായുള്ള ശ്രമം ബുധനാഴ്ചയോടുകൂടി തന്നെ ആരംഭിക്കുന്ന വിവരമാണ്. എന്തായാലും ജൂലൈ 16 ഈ നാടിനെ നടുക്കിയ വലിയ തോതിലുള്ള ഈ ദുരന്തം ഉണ്ടാകുന്നത്. അന്നേ ദിവസം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്മണന്റെ ചായക്കട, ആ ചായക്കടയിൽ ഉണ്ടായിരുന്ന 8 പേരുടെ മൃതദേഹം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് 3 പേര്, ആകെ 11 പേരാണ് ഈ സംഭവത്തിൽ അപകടത്തിൽപ്പെട്ടത്. 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള രക്ഷാദൌത്യം ഉടൻ പുനരാരംഭിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ തുടരുമെന്നായിരുന്നു കർണാടക സർക്കാർ നൽകിയ ഉറപ്പ്. നാളെ ബംഗളൂരുവിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനമാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. KV ബൈജു ആണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. വളരെ